ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സാരിക്ക് മാച്ചായിട്ട് എങ്ങനെ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാമെന്നാണ്. ഇവിടെ സാരിയുടെ മാച്ചിങ് കളറിലൊരു ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെയും കൂടി കാണിക്കാം. സാരി വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് എല്ലാം റെഫർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സാരിയിൽ വർക്ക് ചെയ്യാനായിട്ട് പീച്ച് കളറിൻ്റെ ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് ബ്ലൗസിനായി ചൂസ് ചെയ്തത്. ഇതിൽ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ടിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം പിടിക്കുന്നതിൻ്റെ 2 മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതുപോലെ ഫ്രെയിം പിടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ നൂല് പതുക്കെ ഒന്ന് സ്ലിപ്പായി പോകാനും ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഞാൻ 2 ക്ലിപ്പ് വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നൂല് വലിക്കുന്ന സമയത്ത് ക്ലോത്തിൻ്റെ സൈഡിലൊന്നും ഉടക്കി കെട്ടുപിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാം. ഇവിടെ ചെറിയ ഡിസൈൻ എടുത്തുകൊണ്ട് ഞാൻ ചെറിയ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഞാൻ ഒരു ടേബിളിൻ്റെ സൈഡിൽ ഫ്രെയിം വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി ടേബിളിൻ്റെ മേളിലും പകുതി ഭാഗം ടേബിളിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിലാണ് ഫ്രെയിം വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ഫ്രെയിം നല്ലപോലെ ടേബിളിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ത്രെഡ് മേളിലേക്കും താഴേക്കും വലിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബ്ലൗസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരിയിൽ യൂസ് ചെയ്ത സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മൾ വേറെ കളറ് ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ സാരിക്ക് മാച്ച് ആയിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡും ബ്ലൗസിൻ്റെ ഷെയ്ഡാണല്ലോ എന്ന് വിചാരിച്ച് വേറെ കളറൊന്നും ഇട്ട് കൊടുക്കരുത്. ഈ സെയിം കളറ് നമ്മൾ സാരിയിൽ വർക്ക് ചെയ്തത് ഏതാണോ അത് തന്നെ യൂസ് ചെയ്തിട്ട് ബ്ലൗസ് വർക്ക് ചെയ്താലാണ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ഹാഫ് ഓഫ് ദി പാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. ദെൻ റിമൈനിങ് ഹാഫിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് കൂടി വരയ്ക്കാം. ബ്ലൗസിൻ്റെ സ്ലീവ് വർക്ക് ചെയ്യുന്ന സമയത്ത് 2 ഡിസൈനും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലോത്തിൽ അല്ലെങ്കിൽ A4 സൈസ് പേപ്പറിൽ ഡിസൈൻ വരയ്ക്കാം. ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് വരയ്ക്കുവാണ് ചെയ്യുന്നത്. HB പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റെം വരയ്ക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ സ്റ്റെം ഫിനിഷ് ചെയ്യാം. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ എല്ലാ ത്രെഡും 6 strands ആണ് എടുത്തിരിക്കുന്നത്. 6 strands എടുത്താലാണ് കുറച്ച് പ്രൊജക്ഷൻ ഫീൽ ചെയ്യുള്ളൂ, എന്നാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടോട്ടൽ 3 സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലവർ ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലീവ്സ് ചെയ്യാനായിട്ട് ലേസ് ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ലീവ്സ് ചെയ്യുന്ന സമയത്തും ഞാൻ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഷെയ്ഡ്സ് യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് കൂടുതൽ ഭംഗിയുണ്ടാവും. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനത് പ്രത്യേകം പറയാറുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ഷെയ്ഡ് യൂസ് ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ലീവ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ലീവ്സ് ഡാർക്ക് ഗ്രീൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കൂടി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം.
നെക്സ്റ്റ് നമുക്കൊരു ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഫ്ലവർ കൂടി ചെയ്യാം. അതുകൂടി വരുമ്പോൾ നമ്മുടെ ഈ ഡിസൈൻ കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് 3 ടൈംസ് ചെയ്തിട്ട് ചെറിയൊരു ഫ്ലവർ നമുക്ക് ചെയ്യാം. ഈ ഡിസൈൻ നമ്മൾ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന പാർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോ കണ്ടിട്ട് ഒത്തിരി കമൻറ്റ്സ് കിട്ടാറുണ്ട്. ഒരുപാട് വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണലി വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് ഇനിയും എനിക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് നിങ്ങളുടെ കൂടെ ചോയ്സ് നോക്കിയിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. കളർ കോമ്പിനേഷൻ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജസ് ഇടാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സാരിയുടെ മെറ്റീരിയൽ ജോർജറ്റ് ആണ്. ജോർജറ്റിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ്. കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ കുറച്ച് ഗ്ലോസിയാണ്, കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.